ഏശയ്യാ 7-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യൂദാ രാജാവായിരുന്ന ഉസിയയുടെ പുത്രനായ യോഥാമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയയുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യായോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷെയാർ-യാശൂബുമൊത്ത് ചെന്ന അയൽക്കാരൻ്റെ വയലിലേക്കുള്ള രാജവീഥിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കൊണ്ട് ഇപ്രകാരം പറയുക: ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീൻ്റെയും സിറിയയുടെയും റമാലിയയുടെയും പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി താബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയും എഫ്രായിമും റമാലിയയുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്ന ഭിന്നമാക്കപ്പെടും, മേലിൽ അതൊരു ജനതയായിരിക്കുകയില്ല. എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയയുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതികരിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദയിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാഞ്ഞ തരത്തിലുള്ള ദിനങ്ങൾ അസിറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസിറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസിറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യുന്നു. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 ശെക്കെൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചെടുക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്നും മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അന്ന് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും. ഏശയ്യാ 8-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വലിയ ഒരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മഹർഷലാൽ ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജെബെറക്കയുടെ പുത്രനായ സഖറിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചകിയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവിന് അരുളി ചെയ്തു, അവന് മഹർഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു അപ്പ, അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ്
ദമാസ്കസിന്റെ ധനവും സമരിയയുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവും കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവയെ നിരസിച്ച് റസീന്റെയും റമാലിയയുടെയും പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ, അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടുകൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും. അത് യൂദയയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. ഇമ്മാനുവേലെ, അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെ ആകെ മൂടിക്കളയും. ജനതകളെ തകരുവിൻ, പേടിച്ചു വിറയ്ക്കുവിൻ, വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ, അതെ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സംഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സംഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കൊടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര ഉറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിനെന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണടയ്ക്കും. എവിടെയും കൊടിയ ദേവനെയും അന്ധകാരവും കടോര ദുഃഖത്തിൻ്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും.